ഹായ് ഫാമിലീസ്. കേതപ്പം അംഗനവാടി പോകാൻ പോവാണേ. അതിനായിട്ടായിരുന്നല്ലോ ഇന്നലത്തെ ബഹളം. ബാഗ്, കൊട, ബോട്ടിൽ എന്തായിരുന്നു. കേതപ്പിന് തലയേറി കൊടുത്തപ്പം ചേട്ടൻ പറയാം ഷൊപ്പനായി. എൻ്റെ കുഞ്ഞ് ഷൊപ്പനൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് അവൻ തന്നെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നുണ്ട്. പിന്നെ ഇനി ചുണ്ണണ്ടി ആക്കി കൊടുക്കണം. പൗഡർ ഇടുന്നതിനാണ് ചുണ്ണണ്ടി ആക്കാന്ന് പറയുന്നത്. അതിന് ഇങ്ങനെ ഇരുന്നേരം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിന്. പൗഡർ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പൗഡർ കുടഞ്ഞ് കളയുക, എന്തൊക്കെയാണ് പൗഡറിൽ അഭിഷേകം നടത്തുക, ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹോബി. പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ കുഞ്ഞിന് കണ്ണാടി നോക്കണം ചുണ്ണണ്ടി ആയെന്നറിയാൻ. അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഒരുങ്ങി വരാൻ വേണ്ടി കേട്ടോ. കേട്ടോ കേട്ടില്ലേ. പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയാക്കാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്, ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, കൊടയുണ്ട്, ബുക്കുണ്ട്. ഒന്നിനൊരു കുറവില്ല. പക്ഷെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പോകുന്ന പോലെ തന്നെ തിരിച്ചു വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സ്കൂട്ടി പോകുന്ന ഇവനെന്തിനാ കൊടയെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്ത് ചെയ്യാനാ, പറയുന്നതെല്ലാം വാങ്ങിച്ചല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒന്ന് പോയി അവിടെ ഇരുന്നാൽ മാത്രം മതി എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അറിയാൻ പറ്റില്ല, ഇവൻ അങ്ങനവാടി ഇരുന്നാൽ ചിലപ്പോൾ മഴ പെയ്താലോ. എന്നോട്ട് അംഗനവാടി ടീച്ചറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പം ഭക്തിമാർഗം കേട്ടോ, തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. എന്തിനുള്ള പുറപ്പാടാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. താണ്ടെ ഞാൻ വരും മുമ്പേ പോവാണ്. ആ പോക്കൊക്കെ കണ്ടില്ലേ, വെറുതെ നടന്നങ്ങ് പോവാണ്. എനിക്കൊന്നും തന്നെ അംഗനവാടി അറിയോ. ആ റൈറ്റിലോട്ടല്ല പോകണ്ടേ, ലെഫ്റ്റിലോട്ടാണ് അംഗനവാടി പോകുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തിരികെ വിളിച്ച് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. ആള് വേറൊരു മൂഡിലായിരിക്കും. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴും കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ അംഗനവാടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആളിന്റെ ഗുണം മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കണമെന്നായി. അങ്ങനെ അവിടെ ഇരിക്കാൻ വയ്യ. എൻ്റെ അടുത്തേക്ക് വരികയാണ് ഇരിക്കാനായിട്ട്. ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് കൊണ്ട് അവര് കഴിക്കാനൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ടീച്ചർ കമ്പനി കൂടാൻ ശ്രമിക്കുകയാണ് കേതപ്പനോട്. ഇവരാർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക. നന്നായിട്ടുണ്ട്. ഞാനിപ്പം പെട്ടെന്ന് ബോട്ടിലൊക്കെ എടുത്ത് കാണിക്കുകയാണ് ടീച്ചർ. പിന്നെ വന്ന പഴയതാണ്ട് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിക്കണം. അല്ല പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് വീട്ടിൽ പോകാൻ തോന്നുന്നു ഉദ്ദേശം. അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര പഠിക്കാനുണ്ട്. ഫുള്ള് പഠിച്ചു തീർത്ത് നേരത്തെ വീട്ടിൽ പോകാനാണെന്ന് തോന്നുന്നു കേട്ടോ. കേട്ടു വിട്ടിരിക്കാവോ, ഞാൻ പോയിട്ട് വരട്ടെ. മോനെന്തിനു വരാനാ? ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമായി. നമുക്കൊന്ന് വീട്ടിൽ പോകാം, അതാണ് നല്ലത്. എനിക്കും ഇവർക്ക് എല്ലാം. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ആ പോക്കൊക്കെ കണ്ടോ. വന്നപ്പോഴെന്തായിരുന്നു, ഇപ്പൊ എന്താ കോലം. ചെരുപ്പ് വേണ്ട, ഒന്നും വേണ്ട. ബൈ ബൈ.